നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും റിയാലിറ്റി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വാഹന വ്യവസായിയും ഏറ്റവും കൂടുതൽ ലോകത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നതുമായ ശ്രീമാൻ രത്തൻ ടാറ്റയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുന്നു. ഒരിക്കലൊരു ഇൻ്റർവ്യൂവിൽ രത്തൻ ടാറ്റയോട് അവതാരകൻ ചോദിച്ചു, ജീവിതത്തിൽ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം ഏതാണ്? അദ്ദേഹം പ്രതികരിച്ചത്, ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ 4 വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയിട്ടുള്ളത്. ധാരാളം പണവും സമ്പത്തും സമ്പാദിച്ചു കൂട്ടിയതാണ് ഒന്നാമത്തെ ഘട്ടം. പക്ഷേ അവിടെ എനിക്ക് ഞാൻ ആഗ്രഹിച്ച സന്തോഷം കിട്ടിയില്ല. പിന്നെ രണ്ടാമത്തെ ഘട്ടം വന്നു. വളരെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഞാൻ ശേഖരിക്കുവാൻ തുടങ്ങി. അതിൽ നിന്ന് ലഭിച്ച സന്തോഷവും താൽക്കാലികം മാത്രമാണെന്ന് വളരെ പെട്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. മൂന്നാമത്തെ ഘട്ടമായി അവിടെ ഞാൻ പുതിയ കുറേ പ്രോജക്റ്റുകൾ ആരംഭിച്ചു. ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും 95% എണ്ണയും വിതരണം ചെയ്യുന്നത് എൻ്റെ സ്ഥാപനത്തിൻ്റെ ചുമതലയായി മാറി. മാത്രവുമല്ല, ഇന്ത്യയിലെയും ഏഷ്യയിലെയും തന്നെയും ഏറ്റവും വലിയ സ്റ്റീൽ ഫാക്ടറിയുടെ ഉടമയായി ഞാൻ മാറി. എന്നിട്ടും എനിക്ക് ഞാൻ സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ സന്തോഷം കാണുന്ന ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം 4ാമത്തെ ഘട്ടം വന്നു. അതിങ്ങനെയാണ്. ഒരിക്കൽ 200 ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വീൽ ചെയറുകൾ വാങ്ങി നൽകണമെന്ന് എൻ്റെ സുഹൃത്ത് എന്നോട് ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ അത് വാങ്ങിക്കൊടുക്കുവാൻ ഏർപ്പാട് ചെയ്തു. അത് വിതരണം ചെയ്യുന്ന പരിപാടിയിലേക്ക് ഞാൻ തന്നെ എത്തണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു. അത് ഞാൻ സന്നദ്ധനായി. അങ്ങനെ ആ 200 കുട്ടികൾക്കും ഞാൻ തന്നെ നേരിട്ട് എൻ്റെ കൈകൾ കൊണ്ട് വീൽ ചെയറുകൾ വിതരണം ചെയ്തു. അത് സ്വീകരിക്കുമ്പോൾ അവരുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ ഏതോ വന്യമായ വെളിച്ചം പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു. ഏതോ ഒരു കാഴ്ച ബംഗ്ലാവിലേക്ക് എത്തിയതുപോലെയായിരുന്നു അപ്പോൾ അവരുടെ എല്ലാവരുടെയും അവസ്ഥ. എൻ്റെ ഉള്ളിലെ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് അന്നത്തെ ആ ദിവസമാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ നിന്നും തിരിച്ചു പോരാൻ നേരം ഒരു കുട്ടി എൻ്റെ കാലുകൾ മുറുക്കെ പിടിച്ച് എത്ര കുതിരാൻ നോക്കിയിട്ടും എനിക്കതിന് കഴിഞ്ഞില്ല. അവസാനം ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? എൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആ കുട്ടി പറഞ്ഞു, എനിക്ക് താങ്കളുടെ മുഖം നന്നായി ഓർത്തുവയ്ക്കണം. നാളെ സ്വർഗത്തിൽ വെച്ച് നാം പരസ്പരം കണ്ടുമുട്ടുമ്പോഴും എനിക്ക് താങ്കളോട് നന്ദി പറയണം. സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അധികാരത്തിലോ പണത്തിലോ പ്രശസ്തിയിലോ അല്ല, മറ്റുള്ളവരെ കൂടി നമ്മളോട് ചേർത്ത് പിടിക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷമെന്ന കുഞ്ഞിൽ നിന്നും ഞാൻ തിരിച്ചറിഞ്ഞു. അന്ന് യഥാർത്ഥ സന്തോഷം എന്താണെന്ന് ഞാൻ അനുഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ.